സത്യം പറയുകയാണെങ്കിൽ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ വീഡിയോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഞാൻ വിചാരിച്ചു ജാസ്മിൻ പാരന്റ്സ് ഒക്കെ കയറി വരുമ്പോൾ ഭയങ്കര ഡ്രാമയായിരിക്കുന്നതാണ്. പക്ഷെ എൻ്റെ ആ ഒരു ചിന്തകളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ജാസ്മിൻ അത്ത കയറി വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളിലെ വല്ല ആളുകൾ കേട്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടായിരുന്നു. അത്തയുടെ ബ്ലോക്ക് എങ്ങനെയുണ്ട്, അത്തയുടെ അസുഖം എങ്ങനെയുണ്ട്? ആ ചോദ്യം കേട്ടപ്പോനെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാനൊന്ന് ഇത് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ആ കുട്ടിയുടെ അത്തയോടുള്ള ഒരു സ്നേഹം നോക്ക്. അത്തനെ കണ്ട വഴി അങ്ങനെ ജാസ്മിൻ വന്ന് ഒരാഴ്ചക്കുള്ളിലാണ് അത്തയ്ക്ക് ആ മേജർ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ബ്ലോക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചതൊക്കെ ശരിക്കും ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചു കമന്റ്സ് ഒന്നും വേണ്ട, ഇതിനെക്കുറിച്ച് നീട്ടിപ്പിടിച്ച കമന്റ്സുകളൊക്കെ പോരട്ടെ. ലൈക്കൊക്കെ മറക്കാതെ ഇടുക. അപ്പൊ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ ചോദിച്ചു ജാസ്മിൻ ബ്ലോക്കിന്റെ കാര്യം ചോദിച്ചോ? ജാസ്മിൻ ബ്ലോക്കിന്റെ കാര്യം ചോദിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു കാര്യം ഓർക്കണ പോലുമില്ല. അങ്ങനെ ഒരു കാര്യം ഓർക്കണമെങ്കിൽ അതൊരു സത്യസന്ധമായ ഒരു കാര്യമായിരിക്കണം. നമുക്കറിയാം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നും. അതെല്ലാം നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ജാസുട്ടിനെ വിളിപ്പിക്കുന്നതിനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അത്താക്കി ഒരു ഫോൺ കോൾ വിളിക്കാൻ ഒരു ചാൻസ് കൊടുത്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നടക്കാത്തൊരു കാര്യം ജാസ്മിൻ ഓർത്തില്ല. നമുക്ക് തന്നെ ജാസ്മിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടതായിരിക്കും. അത്തയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ഉമ്മ മറ്റേ ഗിഫ്റ്റായിട്ട് നമ്മുടെ അഫ്സലിക്കയുടെ പ്രസന്റ് അങ്ങ് കൊടുക്കുന്നു. എന്തിനാന്നേ ആ ചെക്കനെ പോലും ഇപ്പോഴും വലിച്ചഴച്ച് ജാസ്മിൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ ചെക്കൻ പേര് പോലും അറിയില്ല, അല്ലെങ്കിൽ ആ ചെക്കൻ അത്രയ്ക്കും അഫ്സല് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ട്രേഞ്ചറായി മാറിക്കഴിഞ്ഞു. ഇത്രയും നാളും റിലേഷൻഷിപ്പിലായിരുന്നു, ഇത്രയും നാളും സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിനെ അഡ്രസ്സ് ചെയ്ത ഒരു വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ലൈവ് കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകും. അത് കഴിഞ്ഞ് ആദ്യത്തെ ഉദ്യമം ബിഗ് ബോസ് കൊടുത്തത് വളരെ അടിപൊളിയായി നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജാഫർ അത്ത മുന്നോട്ട് പോവുകയാണ്. ആദ്യമായി തന്നെ ജാസ്മിൻ ഒരു പുതിയ ചെയിൻ കൊടുക്കുന്നു. അതിനുശേഷം ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ഗബ്രി കൊടുത്ത ചെയിൻ വളരെ വികാരഭൃതിയായിരിക്കുന്ന ജാസ്മിന്റെ കഴുത്തിൽ നിന്നും അത്ത ഊരിയെടുക്കുന്നു. പിന്നീട് അത് കയ്യിൽ പിടിക്കുന്നു. അതിനുശേഷം അത്തയാണ് പറയുന്നത്, വരൂ നമുക്ക് റൂമുകൾ കാണാൻ പോകാന്നോ വീട് കാണാൻ പോകാതോ. അത്തേനെ ആരോ പറഞ്ഞു കൊടുത്ത് വഴികളൊക്കെ ലൈവൊക്കെ കണ്ടുള്ള പരിചയമായിരിക്കും, കാണിച്ചു കൊടുത്തവര് നേരെ ജാസ്മിന്റെ ബെഡിന്റെ അവിടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പറയുവാണ്, ഈ ഫോട്ടോ നോക്കൂ, ഞങ്ങളെല്ലാം നിന്നോട് കൂടെയുണ്ട്. എന്നിട്ട് ഗബ്രയുടെ ഫോട്ടോ എടുത്ത് മനോഹരമായി അത്ത അവിടുന്ന്. ജാസ്മിൻ അതിനൊരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ജാസ്മിൻ അങ്ങനെ ഗബ്രിയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലം ഒരു സെറ്റപ്പ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഫോട്ടോ എങ്ങനെയൊന്ന് താൻ എടുത്തു മാറ്റും അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അത്ത വരികയും മകളുടെ മനസ്സറിയുന്നത് പോലെ അത്ത അത് അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്നത്. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ലൈവിലൊന്നും കിടന്ന് ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞ് എൻ്റെ ഗബ്രിയെ നീ എന്നെ ഇട്ടേച്ചു പോയോ, ഞാൻ എന്നെ അങ്ങനെ ഒരു വിധവയാക്കിയോന്നൊന്നും പറഞ്ഞ് ജാസ്മിൻ കരയുന്നില്ല. സോ അതിൻ്റെ പേരിൽ ജാസ്മിൻ ഒരു വിഷമില്ല. എനിക്ക് തോന്നുന്നു ലൈവ് തുടങ്ങി ഈ നിമിഷം വരെ ജാസ്മിന്റെ പാരന്റ്സ് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നന്നായി കളിക്കൂ. കാരണം അവർക്കറിയാം ജാസ്മിൻ നന്നായി കളിച്ചാൽ മാത്രമേ നമ്മുടെ 50 ലക്ഷം എത്ര ലക്ഷം എന്ന് വെച്ചാൽ അത് വീട്ടിലെത്തത്തുള്ളൂ. അല്ലാതെ അവരുദ്ദേശിക്കുന്നത് ഓൺലി ക്യാഷ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ മോശമാണെന്നോ ഇനിയും ഇങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു ഒന്നോ രണ്ടോ കാര്യങ്ങൾ, അതായത് ഒരാളെയും ഡാ പോടാ എന്ന് വിളിക്കരുത്, ഭാഗ്യട്ടോ അതെങ്കിലും പറഞ്ഞു കൊടുത്തു. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാന്നാ പറയുന്നത്. ബാക്കി എന്ത് കാണിച്ചു കൂട്ടിയാലും ഒരു കുഴപ്പമില്ല. വൃത്തിയില്ല എന്ന് പറഞ്ഞത് അതിന് ജാസ്മിന് വൃത്തിയില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. ജാസ്മിൻ കുളിക്കാതിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ന്യായീകരിച്ചാ പറയുന്നത്. അപ്പൊ നന്നായിട്ട് വെളുപ്പിക്കാൻ അറിയുന്ന നല്ല അടിപൊളി ഫാമിലിയാണ് ജാസ്മിൻ്റെ. അത് ഈ ക്യാരക്ടർ പിടിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അയ്യോ പാരന്റ്സിന് അങ്ങനെ പറയരുത്, അവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ലൈവ് കണ്ടിട്ട് അവർക്ക് അങ്ങനെ ഒരു വിഷമമുണ്ടെന്നോ അല്ലെങ്കിൽ ജാസ്മിൻ ഈ കാണിച്ചു കൂട്ടി ഇത്രമാത്രം നാട്ടുകാരെ എടുത്തിട്ട് അവരെ അലക്കിയതിന് അവർക്ക് അവനൊരു പ്രയാസം ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഓൺലി ജാസ്മിന് കൊടുക്കുന്ന ഉപദേശം നല്ല അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഇതുപോലെ തന്നെ ഗെയിം കളിച്ചാൽ മതി, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം എന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ഫാൻസ് പറയുന്നത് പോലെ
ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. പാരൻസ് അതുക്കും മേലെ സ്ട്രോങ് ആണ്. ഇതെല്ലാം ഇതിന് വളർത്ത് കേട്ടാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. അവർക്ക് ആകെ വിഷമം തോന്നാൻ പോകുന്നത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫസ്റ്റ് വിന്നർ അല്ലെങ്കിൽ ആ 50 ലക്ഷം, എനിക്ക് എത്രയാണെന്ന് അറിയില്ല കൃത്യമായിട്ടുള്ള ക്യാഷ് പ്രൈസ്, അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. അതിലും വിട്ട് എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല, ഒരു പ്രോബ്ലമേ ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗബ്രിയുടെ ഈ ഫോട്ടോയും മാലയൊക്കെ ഊരി മേടിച്ചത് ജാസ്മിന്റെ ഉപ്പാടെ ഡിസിഷൻ? ഒരിക്കലും അല്ല. ബിഗ് ബോസ് എണ്ണം പറഞ്ഞതനുസരിച്ച് കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കി. കാരണം ബിഗ് ബോസ് എണ്ണം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് എട്ടിക്ക് നമ്മളോട് ഇതിനിടയ്ക്ക് വിളിച്ചിട്ട് ആ മാലയും ഫോട്ടോയൊക്കെ തിരിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജാസ്മിന്റെ അത്താക്ക് ഒരു വാർണിങ്ങും 1-2 പ്രാവശ്യം ബിഗ് ബോസ് എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വസിച്ചു കേട്ടോ, നിങ്ങൾ ആര് വിശ്വസിച്ചില്ലെങ്കിലും ബിഗ് ബോസ് എണ്ണം കലിപ്പ് സീനിലാണ് ജാസ്മിന്റെ അത്താക്കിയ വാർണിംഗ് കൊടുത്തതെന്ന് ഞാൻ കൃത്യമായി വിശ്വസിച്ചു. വിശ്വസിക്കാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. കാരണം അവർ നടപ്പിലാക്കിയ സ്ക്രിപ്റ്റില് ഇനിയും ചിലപ്പോൾ വാർണിംഗ് കൊടുക്കാം. കാരണം ഒരു 10 പ്രാവശ്യമെങ്കിലും വാർണിംഗ് കൊടുത്താലാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ബിഗ് ബോസിന് അറിയുന്ന. കാരണം ചിലപ്പോൾ കുറച്ച് രൂക്ഷമായിട്ട് നല്ല കലിപ്പ് സീനിലൊക്കെ വാർണിംഗ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൊന്നും നോക്ക ഇത് കുറേ ഫാമിലി വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് നോറയുടെ ഫാമിലിന് എനിക്ക് ഇഷ്ടമായത്. കാരണം പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു. അതിപ്പോ നോറനെ പൊക്കി പറയണമെന്നോ പറയേണ്ട കാര്യങ്ങൾ നല്ലത് ചെയ്തതിന് നല്ലത് ചെയ്തു എന്ന് പറയണം, മോശം ചെയ്ത കാര്യങ്ങൾ മോശം എന്ന് തന്നെ പറയണം. അല്ലാതെ ചുമ്മാ വന്നിരുന്നുകൊണ്ട് മകളെ നീ നന്നായി കളിക്കൂ ഏറ്റവും നന്നായി കളിക്കണം. അതുപോലെ ഉമ്മ പറയുന്നുണ്ട് നിന്റെ ദേഷ്യം കുറയ്ക്കണമെന്ന്. അപ്പൊ അത്ത പറഞ്ഞു കൊടുക്കുവാണ് ദേഷ്യമൊന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം അത്താക്ക് അറിയാം ഒച്ചയെടുക്കേണ്ട സ്ഥലങ്ങളിൽ, ദേഷ്യം പിടിക്കേണ്ട സ്ഥലങ്ങളിൽ ദേഷ്യം പിടിച്ചാൽ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ചെല്ലത്തുള്ളൂ, അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടത്തുള്ളൂ. ഈ കളിയൊക്കെ നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു അക്ഷരം പോലും എനിക്ക് മാറ്റി പറയാനില്ല. കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഫുൾ ഉഡായ്പ് എന്ന് പറഞ്ഞാൽ ഉഡായ്പ് തന്നെയാണ്. ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത സ്ക്രിപ്റ്റ് ഒരു ചേഞ്ച് ഇല്ലാതെ വന്ന് അവതരിപ്പിക്കുന്ന ഒരു ഫാമിലി. അതിൽ വിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അവർ എന്ത് മാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, നീ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കും, നീ അകത്ത് വന്നപ്പോൾ നിനക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, പച്ച കള്ളം വിളിച്ചു പറയുന്നു. കല്യാണം ഉറപ്പിച്ച് അകത്ത് വന്ന വ്യക്തി അകത്ത് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളുടെ പേരിൽ ആ കല്യാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി എന്ന് പല പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും പോയിട്ട് സ്വന്തം മകളെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വക വൃത്തികേടുകൾ പറയാം. അതുപോലെ തന്നെ പറഞ്ഞ അതിനേക്കാൾ മോശം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവർക്ക് വെറും 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്താ 22 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇള്ള കുട്ടിയാണോ? ഇതിലും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6ലുണ്ട്. അപ്പൊ ജാസ്മിനെ പോലെയല്ല, അവര് നല്ല വൃത്തിയായി നല്ല പേഴ്സണാലിറ്റി കാണിച്ചിട്ടാണ് ഈ ഷോയിൽ നിൽക്കുന്നത്. അപ്പോ ഈ വക ഏജിന്റെ ഒരു കൺസിഡറേഷനൊന്നും ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇള്ള കുട്ടിയല്ല. പല സിറ്റുവേഷൻസ്, പല ന്യൂസുകൾ, പല വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം വീട്ടിലെ കടബാധ്യത പോലും സ്വയമായി തീർത്ത ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇള്ള കുട്ടിയാണോ? ഏജ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺസെഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു ബുദ്ധിയില്ലാത്ത ഒരു പാവം കുട്ടിയാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വന്തം ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? അപ്പൊ ഇത് അങ്ങനെയൊന്നുമല്ല, അഴിഞ്ഞാടാൻ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് അഴിഞ്ഞാടി, അത്രയേ ഉള്ളൂ. ഇപ്പൊ അത് വെളുപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു. നല്ല കാര്യമാണ്, സ്വന്തം മകളാകുമ്പോൾ അത്യാവശ്യം വെളുപ്പിക്കൊക്കെ വേണം. പക്ഷേ അതൊരുമാതിരി മറ്റുള്ളവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിന്, ഇപ്പൊ എന്നോട് പറയുന്നത് നിങ്ങളുടെ കണ്ണിലെല്ലാം ആണെന്നേ. ജാസ്മിന്റെ കാര്യത്തില് ജാസ്മിൻ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ട നമ്മളെ വിളിച്ചു പറഞ്ഞു തന്നെയിരിക്കും. അത് മഞ്ഞയോ പച്ചയോ നീലോ ഏത് കളർ ഇട്ട് പറഞ്ഞാലും നമുക്ക് മോശം ആണെന്നുള്ള കാര്യം കേട്ടാ മോശമെന്ന് തന്നെ പറയും. അവിടെ മറ്റു കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ആരെയും പറയുന്നില്ലല്ലോ. അപ്പൊ ഈ വക ഉടായ്പൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. എത്ര പൊങ്കാലിട്ടാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിരിക്കും. ഇനിയിപ്പോൾ ഒരാൾ വന്നുകൊണ്ട് കുറച്ച് ഡ്രാമകൾ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല, ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ഈ പറഞ്ഞു തന്നെ പോകും. പറയാനുള്ള കാര്യങ്ങൾ
പച്ചയ്ക്ക് തന്നെ പറയും, വൃത്തിയേട് കാണിച്ചത് ഈ വൃത്തിയേട് കാണിച്ചു എന്ന് തന്നെ പറയും, ഒരു സംശയം വേണ്ട. അതിപ്പോ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടുപേര് വന്നുകൊണ്ട് ഒരു ഫോട്ടോ കയറി കളഞ്ഞതുകൊണ്ട് ഒരു മാല ഊരി എടുത്തുകൊണ്ടോ ഒരു ജാസ്മിനെ വിളിപ്പിക്കാൻ നോക്കിയാലും നടക്കാൻ പോകില്ല. നമുക്ക് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു വ്യക്തി വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഈ ഷോയിൽ ജാസ്മിൻ എന്ന് പറയുന്ന പേഴ്സണ് കൊടുക്കുന്ന കൺസിഡറേഷൻസ്, ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്തിട്ടും ഒരു പണിഷ്മെന്റും കൊടുക്കാതെ ഇതുവരെ ഈ ഷോയിൽ പിടിച്ചു നിർത്തിയതിൽ ഉള്ള നമ്മുടെ പ്രതിഷേധങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഷോയിൽ കാണിച്ചു കൂട്ടിയ നെറികേടുകൾ, അപ്പൊ അതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിച്ചു തന്നെ ഇരിക്കും. ഒരു കാരണവുമില്ലാതെ നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ പിടിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പല സ്ക്രിപ്റ്റുകളുടെ ഭാഗമായി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസിനെതിരെ ശബ്ദിച്ച് തന്നെയിരിക്കും. വൃത്തികേട് കണ്ട വൃത്തികേട് ആണെന്ന് തന്നെ പറഞ്ഞിരിക്കും. ഒരു സംശയം വേണ്ട. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവര് നമ്മുടെ നിലപാടുകളോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്ക്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. കമന്റ്സ്, ലൈക്സ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ബെല്ലൈക്കൺ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കുത്തി പൊട്ടിച്ച് വെച്ചേക്കാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ടാറ്റാ ബൈ.